378 ക്ഷേത്രങ്ങളിലെ വിഗ്രഹങ്ങൾ മോഷണം പോയി. കേരളത്തിലോ? എവിടെയാവട്ടെ, മോഷണം പോയി. അത് സംബന്ധിച്ച് പോലീസ് അന്വേഷണം നടത്തി. 41 കേസ് ഡയറികളുണ്ടായിരുന്നു ഈ മോഷണം സംബന്ധിച്ച്. ഈ മോഷണം പോയ വിഗ്രഹങ്ങളൊക്കെ കണ്ടുപിടിച്ചു. ന്യൂയോർക്കിൽ, കാലിഫോർണിയയിൽ, വാഷിങ്ടണിലൊക്കെയുള്ള മ്യൂസിയങ്ങളിൽ ഇരിപ്പുണ്ട്. നമ്മുടെ നാട്ടിലെ ഹിന്ദു ക്ഷേത്രങ്ങളിൽ ഭക്തർ വച്ചാരാധന നടത്തിയിരുന്ന, പൂജിച്ചു കൊണ്ടിരുന്ന വിഗ്രഹങ്ങൾ മോഷണം പോവുകയും അത് ഇപ്പോൾ വിദേശത്തെ മ്യൂസിയങ്ങളിൽ ഇരിപ്പുണ്ട്. നമ്മൾ ശബരിമലയിലെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ ശബരിമലയിലെ കാര്യങ്ങൾ ഇപ്പോൾ വിവാദമായിരിക്കുന്ന ആദ്യം പറഞ്ഞത് നമ്മളാണ്. അത് പുതിയ പുതിയ മാനങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് സംബന്ധിച്ച് ഈ 378 വിഗ്രഹങ്ങൾ മോഷണം പോയതുമായി ബന്ധപ്പെട്ട് കേസുകളുണ്ട്. 41 കേസ് ഡയറികൾ ഉണ്ടായിരുന്നു. ഈ 41 കേസ് ഡയറികളും ഒരു സുപ്രഭാതത്തിൽ 37 പോലീസ് സ്റ്റേഷനുകളിലായിട്ടാണ് ഈ 41 കേസ് ഡയറികൾ ഉണ്ടായിരുന്നത്. 37 പോലീസ് സ്റ്റേഷനുകളിലെയും ഈ 41 കേസ് ഡയറികളും കത്തിപ്പോയി. ഇത് ഇപ്പോൾ ശബരിമലയിലെ കാര്യം പറഞ്ഞത് കേരള ഹൈക്കോടതിയാണെങ്കിൽ ഇതിപ്പോൾ പറഞ്ഞിരിക്കുന്നത്, ഇത് കണ്ട് അന്തം വിട്ടിരിക്കുന്നത് സുപ്രീം കോടതിയാണ്. സുപ്രീം കോടതി ജസ്റ്റിസ് BB നാഗരത്നയും R മഹാദേവനും തമ്മിൽ ചേർന്ന അടങ്ങുന്ന ബെഞ്ച് ഇത് കണ്ട് ഞെട്ടിപ്പോയി. ഇതെങ്ങനെ 37 പോലീസ് സ്റ്റേഷനുകളിൽ ഒരേ സമയം തീപിടുത്തം ഉണ്ടായോ? കോടതി ചോദിക്കുകയാണ്. അതോ ഇനി 37 പോലീസ് സ്റ്റേഷനുകളിലും ഒരേ സമയം തീ പിടിക്കണം എന്നാവശ്യപ്പെട്ട ആരെങ്കിലും സർക്കുലർ അയച്ചിട്ടുണ്ടോ? സർക്കുലർ അയച്ച് തീ വെച്ചതാണോ? ഇത് ചോദിക്കുന്നത് രാജ്യത്തെ പരമോന്നത നീതിപീഠമാണ്. ഞെട്ടിക്കുന്ന വാർത്തയല്ലേ? അപ്പോൾ ഇതിലേക്ക് നമുക്കൊന്ന് പോകണം. 1985 മുതലാണ് ഈ വിഗ്രഹങ്ങൾ 378 ക്ഷേത്രങ്ങളിലെ വിഗ്രഹങ്ങൾ. അപ്പോൾ ഇതും മോഷ്ടിച്ചുകൊണ്ടുപോയി വിദേശത്ത് മ്യൂസിയത്തിൽ വെക്കണമെങ്കിൽ കുഞ്ഞു വിഗ്രഹമൊന്നും ആയിരിക്കത്തില്ല അല്ലേ? അതെ, വലിയ വിഗ്രഹങ്ങൾ, പഞ്ചലോക വിഗ്രഹങ്ങൾ, സ്വർണ്ണ വിഗ്രഹങ്ങൾ അടക്കമുള്ള വിഗ്രഹങ്ങൾ, അതിൽ രത്നങ്ങളും വജ്രങ്ങളും വിഗ്രഹങ്ങൾ എടുത്തുകൊണ്ട് പോകുമ്പോൾ വിഗ്രഹങ്ങൾ മാത്രമല്ല കൊണ്ടുപോകുന്നത്. അപ്പോൾ വിഗ്രഹങ്ങളിൽ വില കൂടിയ ആഭരണങ്ങളുണ്ട്, രത്നമാലകളുണ്ട്, മരതകങ്ങളുണ്ട്, വൈഡൂര്യമുണ്ട്. ഇങ്ങനെയുള്ള വലിയ വിലപിടിപ്പുള്ള പ്രഷ്യസ് സ്റ്റോണുകൾ അടക്കം ഉള്ളതാണ് വിഗ്രഹങ്ങൾ പലതും. അങ്ങനെ 378 വിഗ്രഹങ്ങൾ കാണാതെ പോയത് തമിഴ്നാട്ടിൽ നിന്നാണ്. തമിഴ്നാട്ടിൽ നിന്ന് ഇത് കാണാതെ പോയത് സംബന്ധിച്ച് കേസുകളുണ്ടായി. കേസൊക്കെ എടുത്തു. ഈ കേസുകൾ ഒന്നും മുന്നോട്ട് നീങ്ങുന്നില്ല. 85 മുതലാണ്. അപ്പോൾ തമിഴ്നാട്ടിലെ ഒരു അഭിഭാഷകനായ എലഫന്റ് G രാജേന്ദ്രൻ, എന്താണ് എലഫന്റ് എന്ന് പുള്ളിയുടെ പേരിന് മുകളിലുള്ളതെന്ന് എനിക്കറിയില്ല, എലഫന്റ് G രാജേന്ദ്രൻ സുപ്രീം കോടതിയിൽ ഹർജി കൊടുത്തു. ഹർജി കൊടുത്തപ്പോൾ തമിഴ്നാട് പോലീസ് വന്ന് പറഞ്ഞതാണ്, അത് കേസൊക്കെ എടുത്തു, പക്ഷേ 41 കേസുകളിലെ കേസ് ഡയറീസ് കംപ്ലീറ്റ് കത്തിപ്പോയി. അപ്പോൾ നമ്മൾ ഈ സ്വർണ്ണക്കള്ളക്കടത്തോടെ വന്നപ്പോൾ നമ്മുടെ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് തീപിടുത്തമുണ്ടായി. ക്യാമറ ദൃശ്യങ്ങൾ എടുക്കാൻ നോക്കിയപ്പോൾ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ ഇടിമിന്നലേറ്റ് തീപിടുത്തം ഉണ്ടായി. അപ്പോൾ തീപിടുത്തം എന്ന് പറയുന്നത് വളരെ നിർണായകമായ ഒരു ഘട്ടത്തിൽ ഉണ്ടാവുന്നതാണ്. അപ്പോൾ നമ്മൾ വെറുതെ തീപിടുത്തം ഉണ്ടായി, ഒരു മോഷണ കേസ് വന്നപ്പോൾ അതിലെ രേഖകളൊക്കെ നശിപ്പിച്ചു. അത് ഈ കള്ളന്മാരും പോലീസുകാരും തമ്മിലുള്ള ഒത്തുകളി എന്ന് പറയരുത്. കാരണം ഇത് കൊച്ചുകളിയല്ല. കാരണം ഈ വിഗ്രഹങ്ങളൊക്കെ എവിടെയുണ്ട്? ഓരോ തമിഴ്നാട്ടിലെ പ്രസിദ്ധമായ ക്ഷേത്രങ്ങളിൽ നിന്ന് പോയ വിഗ്രഹങ്ങൾ ആളുകൾ കണ്ട് തിരിച്ചറിഞ്ഞു. എവിടെ? ന്യൂയോർക്കിൽ, കാലിഫോർണിയയിൽ, വാഷിങ്ടണിലൊക്കെ മ്യൂസിയങ്ങളിൽ ഇരിക്കുന്നുണ്ട്. അവിടെ എങ്ങനെ എത്തി? ഈ വിഗ്രഹം നടന്നു പോയോ? അത് പറ്റില്ല. അപ്പോൾ ഇവിടെ നിന്ന് ചെറിയ കള്ളന്മാർ മോഷ്ടിക്കും. അത് പിന്നെ കൈമറിഞ്ഞ് വേറെ സ്ഥലങ്ങളിലെത്തും. നമ്മുടെ രാജ്യത്ത് നിന്ന് ഇത് പറന്നു പോകും വിദേശത്തേക്ക്. വലിയ കള്ളന്മാരുണ്ട്, വലിയ അന്താരാഷ്ട്ര റാക്കറ്റാണ്. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ആ ചോദ്യം വരുമ്പോൾ രാജ്യത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ കുടുംബത്തിലേക്ക് വരെ അതിൻ്റെ കണ്ണുകൾ പോകും. ആ രാഷ്ട്രീയ നേതാവിൻ്റെ പേര് സോണിയാഗാന്ധി എന്നാണ്. വെറുതെ വല്ലതൊക്കെ പറയരുതെന്ന് തോന്നരുത്. ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് ഈ വിഗ്രഹങ്ങൾ ന്യൂയോർക്കിലേക്കും കാലിഫോർണിയയിലേക്കും ഒക്കെ എത്തുന്നത്. വിമാനത്താവളങ്ങളിൽ പിടിക്കത്തില്ലേ? അതെ. എന്താ പിടിക്കാത്തത്? എന്തുകൊണ്ടായിരിക്കും പിടിക്കാത്തത്? അതായത് സുരക്ഷാ പരിശോധനകൾ കൂടാതെ, അതായത് പ്രീ എംബാർക്കേഷൻ വ്യവസ്ഥ ഒഴിവാക്കി, അല്ലെങ്കിൽ ആ വ്യവസ്ഥ പ്രകാരം കൊണ്ടുപോകാൻ കഴിയുന്ന സൗകര്യമുള്ള ആളുകളായിരിക്കണം. ഗ്രീൻ ചാനൽ വഴി ഡിപ്ലോമാറ്റിക് പദവിയുള്ള ആളുകളുടെ ബാഗേജുകളിൽ പോയാൽ ഈ ബാഗേജുകൾ പരിശോധിക്കത്തില്ല. അങ്ങനെ ഡിപ്ലോമാറ്റിക് ചാനലിലാണല്ലോ, ബാഗേജിലാണല്ലോ സ്വർണം വന്നത്.
അതെ. അതുപോലെ അല്ലാതെ ഈ വിഗ്രഹങ്ങൾ എങ്ങനെ നമ്മുടെ വിമാനത്താവളങ്ങളിൽ നിന്ന്, നമ്മുടെ തുറമുഖങ്ങളിൽ നിന്ന് വിദേശത്തേക്ക് പോകും? പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇവിടെയാണ് ഞാൻ സോണിയാഗാന്ധിയെ കുറിച്ച് പറഞ്ഞത്. സോണിയാഗാന്ധിയുടെ സഹോദരിയുടെ പേര് അനുഷ്ക എന്ന് വിളിക്കുന്ന അലക്സാൻഡ്രിയ അക്കോ അനുസ്ക മൈനോ എന്നാണ് ഇറ്റാലിയൻ പേര്. അവർക്ക് ഇറ്റലിയിൽ 2 കടകളുണ്ട്. ഒന്ന് റിവോൾട്ട എന്ന സ്ഥലത്തിരിക്കുന്ന കടയുടെ പേര് എത്തനിക്ക. ഒർബാസോന എന്ന് പറയുന്ന സോണിയാഗാന്ധിയുടെ കുടുംബ പേരിരിക്കുന്ന സ്ഥലത്തെ കടയുടെ പേര് ഗൺപതി. ഈ 2 സ്ഥലങ്ങളിലും വിൽക്കുന്നത് എന്താണെന്നറിയോ? ഇന്ത്യയിൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള എത്തനിക് പൗരാണിക മൂല്യമുള്ള വിഗ്രഹങ്ങൾ, പെയിൻറ്റിങ്ങുകൾ ഒക്കെയാണ്. എവിടെ നിന്ന് കിട്ടി? ഈ ചോദ്യം ആദ്യം ഉന്നയിച്ചത് സുബ്രഹ്മണ്യ സ്വാമിയാണ്. സുബ്രഹ്മണ്യ സ്വാമി കേസുമായിട്ട് വന്നു. CBI അന്വേഷണമൊക്കെ ആവശ്യപ്പെട്ടു. കുറേയൊക്കെ മുന്നോട്ട് പോയി. പക്ഷേ 2014 മുമ്പാണേ. 2014 മുമ്പ് CBI എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രിയുടെ നേരിട്ട് കീഴിലുള്ള പേഴ്സണൽ മന്ത്രാലയത്തിൻ്റെ കീഴിലുള്ള ഒരു സേനയാണ് CBI. പ്രധാനമന്ത്രി എന്ന് പറയുന്നത് സോണിയാഗാന്ധിയുടെ ചെരുപ്പിൻ്റെ വാറഴിച്ചുകൊണ്ടിരിക്കുന്ന ആളായിരുന്നു. അപ്പോൾ പിന്നെ CBI അന്വേഷണം എങ്ങോട്ട് പോകും? ഒന്നും നടന്നില്ല. അപ്പോൾ ഈ ഒർബസാനോ എന്ന് പറയുന്ന സ്ഥലത്ത് സോണിയാഗാന്ധിയുടെ ഒരു കുടുംബ വീടുണ്ട്. ഈ കുടുംബ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ, സുബ്രഹ്മണ്യ സ്വാമി എന്ന് പറഞ്ഞാണ്, കയറി ചെല്ലുമ്പോൾ ആളുകൾ ആദ്യം കാണുന്നത് അവിടെ ഒരു കൂറ്റൻ നടരാജ വിഗ്രഹം ഇരിപ്പുണ്ട്. വലിയ പൗരാണിക മൂല്യമുള്ള, എവിടെ നിന്ന ആൻറ്റിക് വാല്യൂ ഉള്ള ഒരു നടരാജ വിഗ്രഹം ഇരിക്കും. അപ്പോൾ നടരാജൻ്റെ വിഗ്രഹം എന്ന് പറയുന്നത് കൗതുകത്തിനുണ്ടാക്കി വെക്കുന്നതല്ല. പൗരാണിക ഒരുപാട് കാലപ്പഴക്കമുള്ള വിഗ്രഹമാണെങ്കിൽ ആ വിഗ്രഹം എവിടുന്ന? ആ വിഗ്രഹം ഏതെങ്കിലും ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ടതായിരിക്കും. ആ വിഗ്രഹം എങ്ങനെയാണ്? ഈ അനുസ്ക മൈനോ എന്ന് പറയുന്ന, മുഴുവൻ പേരും എപ്പോഴും പറഞ്ഞാൽ എൻ്റെ കഷ്ടപ്പെട്ടു പോകും, അതുകൊണ്ട് ഞാൻ പറയണില്ല. അലക്സാൻഡ്രിയ അക്ക അനുസ്ക മൈനോയുടെ വീട്ടിലെ ഡ്രോയിങ് റൂമിൽ എങ്ങനെ വന്നു? എവിടെ നിന്നാണ് എത്തനിക്ക ഗണപതി എന്ന് പറയുന്ന 2 ആൻറ്റിക് ഷോപ്പുകൾ സോണിയാഗാന്ധിയുടെ സഹോദരിക്ക് നടത്താൻ കഴിയുന്ന, അവിടേക്കുള്ള മെറ്റീരിയൽസ് വിടുന്ന ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം കിട്ടിയിട്ടുണ്ട്, പ്രേക്ഷകരെ കാണിക്കാം. അവിടെ കൃഷ്ണൻ്റെ ചിത്രം ഉൾപ്പെടെ ഇട്ടുണ്ട്. കൃഷ്ണൻ്റെ പടം ഉൾപ്പെടെ അവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് ആ ഫോട്ടോയിൽ. മങ്ങിയ ചിത്രമാണ്, കുറേ പഴക്കമുള്ള ചിത്രമാണ്, കഷ്ടപ്പെട്ട് സംഘടിപ്പിച്ചാണ്, അവിടെ ഇരിപ്പുണ്ട്. ഇതെവിടെ നിന്ന് കിട്ടി? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. അതായത് സോണിയാഗാന്ധിക്ക്, രാഹുൽ ഗാന്ധിക്ക്, പ്രിയങ്ക ഗാന്ധിക്ക് എന്തുണ്ടായിരുന്നു? SPG പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നു. SPG പ്രൊട്ടക്ഷനുള്ള ആളുകളുടെ യാത്രക്കൊപ്പം പോകുന്ന ബാഗേജുകൾ പരിശോധിക്കത്തില്ല. ഇപ്പോൾ സുബ്രഹ്മണ്യ സ്വാമി അന്ന് പറഞ്ഞത്, ഇങ്ങനെ ഇവരുടെ ബാഗേജുകൾ വഴി ഇന്ത്യയിൽ മോഷ്ടിക്കപ്പെടുന്ന വിഗ്രഹങ്ങൾ വിദേശത്തേക്ക് പോകുന്നു. ഇനി മാത്രമല്ല, സോണിയ, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, ഈ 3 പേർക്ക് മാത്രമല്ല ഈ പ്രീ എംബാർക്കേഷൻ ഫെസിലിറ്റി കൊടുത്തിരുന്നത്. റോബർട്ട് വാദ്രയ്ക്ക് കൊടുത്തിരുന്നു. എയർപോർട്ടുകളിൽ ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു, ഇന്ന കാറ്റഗറിയിൽ പെടുന്ന ആളുകൾക്ക് സുരക്ഷാ പരിശോധന വേണ്ടാന്ന്. അന്നത് വിവാദമായി. റോബർട്ട് വാദ്രയ്ക്ക് എന്താ കൊടുക്കാൻ? എന്താ കാര്യം? മരുമകന് കൊടുക്കണോ? അവരുടെ സർക്കാരായിരുന്നു, അവരുടെ പ്രധാനമന്ത്രിയായിരുന്നു, അവർ SPG സംരക്ഷണം കൊടുത്തു. അങ്ങനെ റോബർട്ട് വാദ്രയെ കുറിച്ച് വെങ്കല കച്ചവടക്കാരനെന്നാണ് പറയുന്നത്, അല്ലേ? അതെ അതെ. വെങ്കല കച്ചവടം ആലോചിച്ച് നോക്കണം. വെങ്കല കച്ചവടം. വെങ്കലത്തിലാണ് ഒരുപാട്, പിച്ചളയിലും വെങ്കലത്തിലും പഞ്ചലോഹത്തിലും ഒക്കെയാണ് ഇത്തരം വിഗ്രഹങ്ങളൊക്കെ ഉണ്ടാവുന്നത്. സുബ്രഹ്മണ്യ സ്വാമി അന്ന് പറഞ്ഞ അലിഗേഷൻ ഇപ്പോൾ ശരിയായി വരിക. സുപ്രീം കോടതിയുടെ കേസുമായിട്ട് കണക്ട് ചെയ്ത് നോക്കണം. തമിഴ്നാട്ട് സർക്കാരിനെ വലിയ സ്വാധീനം ചെലുത്താൻ കഴിയുമായിരുന്നു. ആർക്ക്? കോൺഗ്രസിന്റെ അന്നും ഇന്നും കോൺഗ്രസിന്റെ മുന്നണിയാണല്ലോ, അല്ലേ? അപ്പോൾ അവിടുത്തെ രേഖകളെല്ലാം കത്തിപ്പോകുന്നതിൽ അസ്വാഭാവികതയുണ്ടോ? അതാണ് സുപ്രീം കോടതി ചോദിക്കുന്നത്. ആരെങ്കിലും സർക്കുലർ അയച്ചിരുന്നോ? 37 പോലീസ് സ്റ്റേഷനുകളിലുള്ള 41 കേസ് ഡയറികളും ഒരേ സമയം കത്തിപ്പോകണമെന്ന് ആരെങ്കിലും സർക്കുലർ അയച്ചിരുന്നോ എന്ന് ചോദിച്ചിരിക്കുന്നത് സുപ്രീം കോടതിയാണ്. ഇനി തീർന്നില്ല. ഇനി ഒരു സംഭവം പറയാം. അതായത് അന്ന് കുറേ അന്വേഷണമൊക്കെ നടന്നു. അതായത് ഈ അവിടെയുള്ള ഇറ്റലിയിലെ കൾച്ചറൽ അറ്റാഷെ ആയിട്ട് സോണിയാഗാന്ധിക്ക് വലിയ അടുപ്പമുണ്ടായിരുന്നു, സോണിയ ഫാമിലിക്ക് വലിയ അടുപ്പമുണ്ടായിരുന്നു. ഈ ട്രാക്കിലൂടെയാണ് ഇത് കടന്നു പോകുന്നത് എന്നൊക്കെ ആക്ഷേപം വന്നപ്പോൾ ഈ കൾച്ചറൽ അറ്റാഷെ ഇറ്റലി മാറ്റിയിരുന്നു. അതുകൂടാതെ അന്ന് CBI അന്വേഷിച്ച് തുടങ്ങിയപ്പോൾ 2 പേരെ, ഒരു ദമ്പതികളുടെ പേര് പൊന്തി വന്നിരുന്നു. ഒന്ന് മുനീറും, മുനീറിൻ്റെ ഭാര്യ ഫരീദ അട്ടാവുള്ള, പാകിസ്ഥാനികളാണ്. ഇവരും ഇന്ത്യയിലെ വിഗ്രഹക്കടത്ത് റാക്കറ്റിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഇതിൻ്റെ രീതി എങ്ങനെയാണെന്നറിയോ? നാട്ടിൽ ചെറുകിട മോഷ്ടാക്കളെ
ഹയർ ചെയ്യും. അവരോട് പറയും നീ ഇന്നടത്ത വിഗ്രഹം മോഷ്ടിച്ചോ. ആ വിഗ്രഹം ഇപ്പോൾ നമ്മുടെ ഏറ്റുമാനൂർ അമ്പലത്തിലെ വിഗ്രഹം സ്റ്റീഫൻ മോഷ്ടിച്ചുകൊണ്ട് പോയി. സ്റ്റീഫനോട് പറയുകയാണ് നീ ആ വിഗ്രഹം കിട്ടില്ലേ, നിനക്കൊരു 5 ലക്ഷം രൂപ തന്നേക്കാം. എന്നിട്ടിത് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ വിൽക്കുകയാണ്. കേരളത്തിലെ അതിപ്രസിദ്ധമായ ഒരു ക്ഷേത്രത്തിൽ വെച്ചിരുന്ന വിഗ്രഹമാണ്, അമൂല്യമാണ് എന്ന് പറഞ്ഞാൽ അതിന് 50 ലക്ഷം അല്ലെങ്കിൽ 5 കോടി രൂപ കിട്ടും. 5 ലക്ഷം പരമാവധി കൊടുത്തിട്ട് മേടിച്ചാൽ മതി. ഈ സാധനം എല്ലാ പരിശോധനകളും ഒഴിവാക്കി നേരെ കടത്തിക്കൊണ്ടുപോകാനുള്ള സംവിധാനമുണ്ട്. ഇത് മാത്രമല്ല, ഇനി ഒരു സംഭവം കൂടെ പറയാം. NSU എന്ന് പറഞ്ഞാൽ എന്താ പറയുക, NSUI KSUവിൻ്റെ ദേശീയ സംഘടന അല്ലേ, കോൺഗ്രസിൻ്റെ വിദ്യാർത്ഥി സംഘടന. മംഗലാപുരത്തെ അതിൻ്റെ ജില്ലാ സെക്രട്ടറിയുടെ പേര് വലിയ പേരാണ്, അഷ്ടോൺ സെക്യൂറിയ. എന്ത് പേരാണെന്ന് ആംഗ്ലോ ഇന്ത്യനെ വല്ലതും ആയിരിക്കും. അഷ്ടോൺ സെക്യൂറിയയെ പോലീസ് അറസ്റ്റ് ചെയ്തു. കുന്താപുരയിലുള്ള ഒരു ജെയിൻ ക്ഷേത്രത്തിലെ വിഗ്രഹമായിട്ട് അറസ്റ്റ് ചെയ്തു ഈ കാലയളവിൽ. നോക്കൂ, ആരെയാ പിടിച്ച്? NSUIയുടെ നേതാവ്. അയാൾ എന്ത് ചെയ്തു? വിഗ്രഹം മോഷ്ടിച്ചു. ആ വിഗ്രഹം ആർക്ക് വേണ്ടിയായിരിക്കും? സ്വാഭാവികമായിട്ടും കോൺഗ്രസിന്റെ ഉന്നത എന്ന് വേണമെങ്കിൽ ഊഹിക്കാം, തെറ്റ് പറയാൻ പറ്റില്ല. മാത്രമല്ല 33 LTT പ്രവർത്തകരെ 2028 വിഗ്രഹമോഷണത്തിന് പിടിച്ചിട്ടുണ്ട്. ഇവർ ഈ വിഗ്രഹം ഇവരും മോഷ്ടിക്കും, എന്നിട്ട് മറച്ചു വയ്ക്കും. അപ്പോൾ കള്ളന്മാരെ, പാർട്ടിക്കാരെ, LTT പോലെയുള്ള തീവ്രവാദികളെ പോലും ഈ കാലയളവിൽ വിഗ്രഹ മോഷണത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. 2022 അതായത് 3 വർഷം മുമ്പ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ ഇറ്റലിയിലെ വീട്ടിൽ പോയിരുന്നു. അപ്പോൾ പവോലിനി മുത്തശ്ശി, അതായത് സോണിയാഗാന്ധിയുടെ അമ്മ മരിച്ചുപോയി. അവരുടെ മുഴുവൻ പേര് അത് വേണ്ട, വലിയ പേരാ, വായിക്കാൻ പറ്റില്ല. അങ്ങനെ ഒർബാസാനോ വീട്ടിൽ പോയിരുന്നു. ഒർബാസാനോ വീട്ടിൽ പോയപ്പോൾ ഉറപ്പായിട്ടും അവിടെ നടരാജ വിഗ്രഹം ഇരിക്കുന്നത് സോണിയാഗാന്ധി കണ്ടിട്ടുണ്ടാവും, രാഹുൽ ഗാന്ധി കണ്ടിട്ടുണ്ടാവും, പ്രിയങ്കയും കണ്ടിട്ടുണ്ടാവും. ഇത് എവിടുന്ന് കിട്ടി എന്ന് ചോദിച്ചിട്ടുണ്ടോ? ചോദിക്കേണ്ട കാര്യമില്ല, പോയ വഴി ഇവർക്കറിയാമല്ലോ. അപ്പോൾ വിഗ്രഹമോഷണം എന്ന് പറയുന്നത് കേരളത്തിലെ ശബരിമലയിൽ മാത്രമല്ല, ദേശീയ തലത്തിൽ തന്നെ വിഗ്രഹമോഷണത്തിൻ്റെ ഒരു വലിയ നെറ്റ്വർക്കുണ്ട്. അവർക്ക് രാഷ്ട്രീയ രക്ഷാകർത്തൃത്വമുണ്ട്. അവരെ സഹായിച്ച് ഈ വിഗ്രഹങ്ങൾ വിദേശത്തേക്ക് കടത്തിക്കൊടുക്കാൻ ഡിപ്ലോമാറ്റിക് ചാനലുകൾ ഉണ്ടായിരുന്നു. സ്വാഭാവികമായും അന്താരാഷ്ട്ര മ്യൂസിയങ്ങളിൽ ഇന്ത്യൻ വിഗ്രഹങ്ങൾ, ഇന്ത്യൻ ക്ഷേത്രങ്ങളിലെ വിഗ്രഹങ്ങൾ, ഹിന്ദു ക്ഷേത്രങ്ങളിലെ വിഗ്രഹങ്ങൾ എത്തിയതിൻ്റെ പിന്നിൽ ഒരു വലിയ നെറ്റ്വർക്കുണ്ട് എന്ന് പറയുമ്പോൾ സോണിയാഗാന്ധിയുടെ സഹോദരിയുടെ പേര് പൊന്തി വരുന്നതിൽ ഒരസ്വാഭാവികതയുമില്ല. ഈ കേസ് എങ്ങനെ പോകുമെന്ന് നമുക്ക് കാത്തിരിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.